ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീമിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 kg ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 10 ഇഞ്ച് സൈസിലാണ് കേക്കിന് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു കേക്കിനെ നമുക്ക് ബ്ലൂ കളറിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഈ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ബ്ലൂവും അതുപോലെ റോയൽ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാർക്ക് ബ്ലൂ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഐസ് ബ്ലൂ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാലും ഈ ഒരു കളർ കിട്ടും. ഇനി ഇതിനെ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കണം. ഷാർപ്പ് എഡ്ജാക്കി എടുക്കണം. ഇപ്പോൾ ഈ ഒരു കേക്കിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഫോണ്ടൻറ്റ് വർക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു യെല്ലോ കളറിലുള്ള ഫോണ്ടൻറ്റിനെ റോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റെയിൻബോ ഒക്കെ ചെയ്യില്ലേ, അതേപോലെ ചെയ്താണ് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കിന് ബോർഡറായിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക, കുറേ ഫോണ്ടൻ്റ് എടുത്തിട്ട് പരത്തിയിട്ട് ബോർഡർ കൊടുക്കുന്നതിനേക്കാളും അതുപോലെ ജോയിൻറ്റ് ചെയ്യണതിനേക്കാളും നല്ലത് ഇതുപോലെ റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ നല്ലത്. ഇപ്പോൾ ഇതാ ആ ഒരു റോൾ ചെയ്ത ഫോണ്ടൻറ്റ് ഇത്രയും പരന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ യെല്ലോ കളറിലും അതുപോലെ ബ്ലാക്ക് കളറിലും ഫോണ്ടൻ്റ് എടുത്ത് പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ഒരു കട്ടർ വെച്ചിട്ട് ചെയ്യാം. ഈ ഒരു കട്ടറാണ് സൂപ്പർമാൻ്റെ കട്ടർ കേട്ടോ. സൂപ്പർമാൻ്റെ ആ ഒരു എംബ്ലോ വരുന്നതിനുള്ള കട്ടറാണ്. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ 2 സൈസിലുള്ള കട്ടറാണ്. സെയിം കട്ടർ തന്നെ 2 സൈസിലാണ് വരിക, ചെറുതും അതുപോലെ വലുതും കേട്ടോ. ചെറുത് വെച്ചിട്ട് നമുക്ക് ചെറിയ സൂപ്പർമാൻ്റെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുത് വെച്ച് ചെയ്യാം, അല്ല വലുതാണെന്നുണ്ടെങ്കിൽ വലുത് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വലുതിൻ്റെയാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻറ്റിനെ വലുത് വെച്ചിട്ടും യെല്ലോ കളറിനെ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെറിയ കട്ടർ വെച്ച് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് യെല്ലോ കളറിലുള്ള ഇവിടെ ആവശ്യം, ചെറുതാണ് ആയതുകൊണ്ടാണ് നമുക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞത്. വലുതിൽ നമുക്ക് യെല്ലോ കളറിൽ 1 ബ്ലാക്ക് കളറിൽ 2 ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് കളറിനായതുകൊണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല ക്ലിയറായി കിട്ടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതിന് ഞാനിപ്പോൾ എന്താ പറയുക, ഒരു ഭാഗം ഫുള്ള്, അതിൻ്റെ മുകൾ ഭാഗം ഫുള്ള് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കട്ട് ചെയ്തതിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അവിടെ ഓപ്പൺ ആയിരിക്കണം, കാരണം ഈ യെല്ലോ കളറിലുള്ള സെൻറ്ററിലുള്ള ഭാഗത്തിന് നമുക്ക് ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അത് ഞാനിവിടെ പ്രസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഞാൻ ആദ്യം ഒട്ടിക്കണതിൻ്റെ മുന്നേ തന്നെ ഉള്ളിലുള്ള ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ഗ്യാപ്പിലേക്കായിട്ട് യെല്ലോ കളറിലുള്ള ഗ്യാപ്പിൽ വന്നിട്ടുള്ള ഭാഗങ്ങൾ വെച്ച് കൊടുക്കുക. ഇതെല്ലാം വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് കട്ടർ വെച്ചിട്ട് തന്നെ ചെയ്തതുകൊണ്ട് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിനാണ് യെല്ലോ കളറ് ഒരെണ്ണം, 2 ബ്ലാക്ക് കളറും കട്ട് ചെയ്തത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൂപ്പർമാൻ്റെ ക്ലോത്ത് വരുന്നില്ലേ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറിലുള്ള ഫോണ്ടൻറ്റിനെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒരു ക്ലോത്ത് പോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് പോലെ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ലൈൻസായിട്ട് നമുക്ക് റെഡ് കളർ കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഒരു പീസ് തന്നെ എടുത്തിട്ട് ചെറിയ ചെറിയ ലൈൻസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ലൈൻസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആയതിൻ്റെ ശേഷം കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്താൽ ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാനിവിടെ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സൂപ്പർമാൻ തീമിലാണ് ഈ ഒരു കേക്കിനെ ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ കിഡ്സിൻ്റെ തീമിലൊക്കെ കേക്കിന് ഓർഡർ വരുന്ന സമയത്ത് ഈ ഒരു മോഡലിലൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ മോഡലായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഓർഡറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള വർക്കും അതുപോലെ ഫോണ്ടൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോണ്ടൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ വരുന്ന സൺഡേ ഞാൻ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ തിരൂർ ഏരിയയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഫോണ്ടൻറ്റിൻ്റെ ഉടൻ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഉടൻ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും വെക്കാം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്